ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്, നിങ്ങൾ തമ്മിലേം കണ്ടല്ലോ, യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് തൂറുമ്പോൾ, അതായത് സാധിക്കുമ്പോഴുള്ള ആ ഒരു മലബന്ധം, ഓക്കെ, അത് ഒഴിവാക്കുവാൻ ഒരു അടിപൊളി ട്രിക്ക്. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടുതന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇത് നമുക്ക് ടോപ്പിക് ഇട്ടുപോകാം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിലിരുന്ന് തൂറുമ്പോൾ ഉണ്ടാവുന്ന മലബന്ധം, ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ പറയും വേറൊന്നുമല്ല, ഈ തൂറുമ്പോൾ എന്നുള്ള ആ ഒരു വാക്ക് ഒഴിവാക്കണമായിരുന്നു, അതൊരു ചീത്ത വാക്കാണ്, അതിനു പകരം മലവിസർജനം എന്നൊരു വാക്ക് നിങ്ങൾ യൂസ് ആക്കിയാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കമന്റ്സ് വരും. ഓക്കെ, അപ്പോൾ ഈ വീട്ടിന്റെ അകത്ത് പരസ്പരം ഓക്കെ, മിക്ക വീടുകളും പറയും, ഞാൻ തുറക്കാൻ പോട്ടാ വരുന്നു. ഓക്കെ, ഞാൻ പറയാറുണ്ട്. അപ്പോൾ വീട്ടിന്റെ അകത്ത് ആരെങ്കിലും ഈ മലവിസർജനം ചെയ്യാൻ പോകുന്നു എന്നൊരു വാക്ക് യൂസ് ആക്കാറുണ്ടോ? അപ്പോൾ ചില ആൾക്കാർ പറയും അത് അങ്ങനെയല്ല, നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ പോകുന്നു എന്ന് പറയും. ഓക്കെ, അത് ഇംഗ്ലീഷ് വേർഡാണ്, ഞാൻ മലയാളം വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിന്റെ തനതായ ഭാഷയിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ താഴെ വന്ന് വേറെ അഴുക്ക കമന്റ്സ് ഒന്നും ഇടണ്ട. ഓക്കെ, നമ്മളെല്ലാരും തൂറാൻ പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് പോകുമ്പോൾ, നിങ്ങളുടെ ഭാഷ പറഞ്ഞാല് ടോയ്ലറ്റിൽ പോകുമ്പോൾ, മലവിസർജനം ചെയ്യാൻ പോകുമ്പോൾ, ഓക്കെ, അങ്ങനെ പോണ സമയത്ത് മലം പോകുന്നില്ല. ഓക്കെ, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാര് ഉണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്നൊക്കെ ഇങ്ങനെ തൂർന്ന കക്കൂസാണ്. ഓക്കെ, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ എല്ലാ വീട്ടിലും, പാവപ്പെട്ട വീട്ടിലും പണക്കാരന്റെ വീട്ടിലും എന്ന് തുടങ്ങി എല്ലാവരുടെ വീട്ടിലും യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇരുന്നാണ് അതിൽ കാര്യം സാധിക്കുന്നത്. ഓക്കെ, കുത്തി ഇരുന്നല്ല, ഇരുന്നാണ് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുത്തി ഇരുന്ന് സാധിക്കുന്നതിലും ഇരുന്ന് സാധിക്കുന്നതിലും രണ്ടാണ്, മനസ്സിലായാലോ? അപ്പൊ പണ്ടത്തെ കാലത്തെ ആൾക്കാര് ആ കുത്തി ഇരുന്നാണ് സാധിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ആ സമയത്ത് അവർക്ക് പെട്ടെന്ന് സംഭവം വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ശീലം മാറി പെട്ടെന്ന് തന്നെ ഒരു യൂറോപ്യൻ ക്ലോസറ്റിലോട്ട് പോയി ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോഴായപ്പോലും മിക്ക വീടുകളിലും യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ പോലും സാധാ ഇരുന്ന് സാധിക്കുന്ന സാധനമുണ്ട്, എനിക്കറിയാം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു മലബന്ധം പെട്ടെന്ന് നമ്മൾ ആ ഒരു കുത്തിയിരുന്ന് സാധിക്കുന്ന ആ കക്കൂസിൽ നിന്നും നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലോട്ട് മാറുമ്പോഴത്തേക്കും അത് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊന്നും ശോധന വരത്തില്ല. ഓക്കെ, പക്ഷെ ചില ആൾക്കാർക്ക് മാസങ്ങളും വർഷങ്ങളായാലും ആ ഒരു പ്രശ്നം മാറത്തില്ല, പ്രത്യേകിച്ച് യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് സാധിക്കുമ്പോൾ മാറത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്ന് സാധിക്കാനിരിക്കുമ്പോൾ മലം പോകുന്നില്ല എന്ന് ഒരുപാട് പേര് എന്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഈ ഒരു വിഷമം അനുഭവിക്കുന്നവർക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഈ ഒരു വിഷമം അനുഭവിക്കാത്തവർക്ക് വേണ്ടിയല്ല. മനസ്സിലായല്ലോ? ആ ഒരു വിഷമം അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ ഫിസ്റ്റുല, അതേപോലെ തന്നെ പൈൽസ്, ഫിഷർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് വലിയൊരു പ്രശ്നമാണ്. അവരൊക്കെ അറിഞ്ഞ് മുക്കും. കോഴി മുട്ടയിടാൻ മുക്കണ പോലെ മുക്കും. ഓക്കെ, ചെറുകുടൽ മുതൽ വൻകുടൽ വരെ പുറത്ത് തള്ളി വെളിയിറങ്ങി വന്നാലും മലം മാത്രം വരത്തില്ല. ആദ്യം മുതൽ അന്തം വരെ മുക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ചില ആൾക്കാർക്ക് നോർമലി മലബന്ധമുണ്ട്. ഓക്കെ, ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ തൂറാൻ പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ നല്ലൊരു മരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക, ആ മരുന്ന് നിങ്ങൾ ചെയ്താൽ മതി, മലമൊക്കെ താനെ പൊക്കോളും. ഓക്കെ, വയറൊക്കെ ഫ്രഷ് ആവും. ഓക്കെ, അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക, മരുന്ന് കഴിക്കുക. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റില് ഇരുന്ന് നമ്മൾ സാധിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പറ്റത്തില്ല, അവർക്ക് മനം പോകത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പൊതുവെ നിങ്ങൾ ഏത് കക്കൂസിൽ ഇരുന്ന് തൂറിയാലും മുക്കല്ല്, മനസ്സിലായാലും അത് ഹാർട്ടിനെ ബാധിക്കും. അതുപോലെ തന്നെ
അതേപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ചില ആൾക്കാർക്ക് നോർമലി മലബന്ധമുണ്ട്. ഓക്കെ, ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ തൂറാൻ പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ നല്ലൊരു മരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. ആ മരുന്ന് നിങ്ങൾ ചെയ്താൽ മതി, മലമൊക്കെ താനെ പൊക്കോളും. ഓക്കെ, വയറൊക്കെ ഫ്രഷ് ആവും. ഓക്കെ, അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക, മരുന്ന് കഴിക്കുക. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റില് ഇരുന്ന് നമ്മൾ സാധിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പറ്റത്തില്ല, അവർക്ക് മനം പോകത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, പൊതുവെ നിങ്ങൾ ഏത് കക്കൂസിൽ ഇരുന്ന് തൂറിയാലും മുക്കല്ല്, അത് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് കേടുപാടുകൾ വരുത്തും. നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, യൂറോപ്യൻ ക്ലോസറ്റിൽ തൂറുമ്പോൾ നിങ്ങൾക്ക് സംഭവം പോകുന്നില്ല. നിങ്ങൾക്ക് സംഭവം പോകുന്നില്ലെങ്കിൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ആക്കണം. എല്ലാവരും എന്ന് പറഞ്ഞത് ഈ ഒരു പ്രശ്നമുള്ള ആൾക്കാർ ഇന്ന് തന്നെ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ആക്കി നോക്കുക, നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് അതിന്റെ റിസൾട്ട് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല, ചെറിയൊരു സ്റ്റൂള്. പണ്ടത്തുള്ള ആൾക്കാരൊക്കെ ഒരു വീടിന്റെ അത് സ്റ്റൂൾ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, പലകയിലൊക്കെ നിങ്ങൾക്കറിയാം, ചെറിയ കുഞ്ഞു സ്റ്റൂൾ. ഓക്കെ, അതിന്റെ പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കടയിൽ വാങ്ങാൻ കിട്ടും, ഫാൻസി കടയിൽ വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റൂൾ നിങ്ങൾ വാങ്ങുക. എന്നിട്ട് നിങ്ങൾ ഇരിക്കുക. എവിടെ ഇരിക്കുക? സ്റ്റൂളല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ യൂറോപ്യൻ ക്ലോസറ്റിൽ നിന്ന് സാധിക്കാൻ ഇരിക്കുക. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ 2 കാലും പൊക്കി ആ സ്റ്റൂളിന്റെ മുകളിൽ വെക്കുക. നിങ്ങളുടെ 2 കാലും പൊക്കി ആ ചെറിയ സ്റ്റൂളിന്റെ മുകളിൽ വെക്കുക. എന്നിട്ട് ബോഡി അല്പം ഒന്ന് ഫ്രണ്ടിലോട്ട്, ഇങ്ങനെയല്ല നെളിഞ്ഞ് ഊറല് സംഭവം പോവില്ല, അല്പം ഒന്ന് ക്ലോക്ക് വൈസിൽ അല്പം ഒന്ന് ഇങ്ങനെ ഒന്ന്, അയ്യോ അത്ര ഉള്ളൂ. നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾ ചെയ്തു നോക്കുക. ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, നിങ്ങളോടൊരു കാര്യം വീണ്ടും ഞാൻ ആ കാര്യം എടുത്തു പറയാണ്, നിങ്ങൾ ഒരിക്കലും മുക്കി കൊണ്ട് സാധിക്കില്ല. അത് ഡേഞ്ചറാണ്. നിങ്ങളുടെ ശരീരത്തിൽ അത് ഒരുപാട് കേടുപാടുകൾ വരുത്തും. പ്രത്യേകിച്ച് ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ അങ്ങനെ ഒരിക്കലും മുക്കരുത്. അതേപോലെ തന്നെ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങൾ മുക്കി സാധിക്കല്ലേ, വെരി ഡേഞ്ചറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും ആ ഒരു പ്രോബ്ലം മാറി കിട്ടും. അപ്പോഴൊക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ എന്നാ, ജസ്റ്റ് റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.